എന്തൊരു മാറ്റമാണ് നമ്മുടെ ആശുപത്രികളിൽ, എന്തൊരു സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളടക്കം കൊതിച്ചു പോവുകയാണ് അവിടെ പോകാൻ. കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ശസ്ത്രക്രിയാ പിഴവെന്ന പരാതി. കാസർഗോഡ് പുല്ലൂർ പേരളത്തെ വി അശോകന്റെ 10 വയസ്സുകാരനായ മകൻ ആദിനാഥിന് ഹെർണിയ ശസ്ത്രക്രിയ നടത്തേണ്ടതിന് പകരം ഡോക്ടർ മുറിച്ചത് കുട്ടിയുടെ കാലിലേക്കുള്ള ഞരമ്പാണെന്നാണ് പരാതി. പക്ഷെ കണ്ണൂർ ജില്ലാ ആശുപത്രി പോയി കണ്ടു. അവിടുത്തെ പ്രസവ വാർഡ് കണ്ടാൽ പ്രസവം നിർത്തിയ സ്ത്രീക്ക് പോലും പ്രസവിക്കാൻ തോന്നും. ഞാൻ വെറുതെ ബടായി പറയുന്നതല്ല. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണു എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ഗൗരവമുള്ള ഒരു വാർത്തയാണ്. കേരളത്തിലെ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടക്കുന്നതിന് ഇടയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സർക്കാർ മേഖലയിലെ ആതുരാലയമായ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിട ഭാഗം ഇടിഞ്ഞു വീണു എന്ന വിവരം വരുന്നത്. ഇപ്പൊ നടന്നതെന്താ? ഒരു ഗവൺമെന്റ് സർവന്റ് ഇന്ന് കേരളത്തിലെ, ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് അദ്ദേഹം അത് ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷെ അതാണ് വന്നിട്ടുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വീണ്ടും ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇന്ന് ദുബൈ വഴിയാണ് അദ്ദേഹം അമേരിക്കയിലേക്ക് പോകുന്നത്. നമുക്കങ്ങ് സുഖിക്കണം. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അയ്യോ, ഞാൻ ഒരു പാവല്ല, നല്ല കവള്.